ഹായ് ഹലോ എമ്പുരാൻ എമ്പുരാനേ തമ്പുരാനേ എമ്പുരാൻ തമ്പുരാനെ വിളിക്കേണ്ട അവസ്ഥയാണ് ഇല്ലേ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെ കണ്ടു നോക്കുക. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്നത് തൻ്റെ സെക്കൻഡ് പാർട്ടാണ് L2. അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് തന്നെ വെയിറ്റിംഗ് ആണ്. ഞാൻ ഗംഭീരമായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. അങ്ങനെ മാർച്ച് 27 എന്ന് പറയുന്ന ദിവസം എമ്പുരാൻ റിലീസ് ചെയ്തു. 6 മണിത്തെ ഷോ അല്ലെങ്കിൽ ഫാൻസുകാരൊപ്പം തന്നെ എന്താ പറയുക ആഹ്ലാദിക്കാൻ അല്ലെങ്കിൽ ആർമാദിക്കാൻ വേണ്ടി വിചാരിച്ചൊരു ഫിലിം തന്നെയാണ്. എത്രമാത്രം കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു കൺവെൻഷൻ കിട്ടി അല്ലെങ്കിൽ എമ്പുരാൻ എന്താണ് സംബന്ധിച്ചിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ കൊടുത്തൊന്ന് കണ്ടു നോക്കുക. ഷോർട്ട് റിവ്യൂ ആണ്. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജ് കുമാറാണ് ഡാഷിന് എതിരിൽ. കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ, ടോവിനോ തോമസ്, പൃഥ്വിരാജ് കുമാരൻ, മഞ്ജു വാര്യർ, അതുപോലെ സായ് കുമാർ, സുരാജ് വെഞ്ഞാറുമൂട്, ബാക്കി ഒരുപാട് താരങ്ങളുള്ള ഒരു ചിത്രം തന്നെ. വലിയ ബഡ്ജറ്റ് ഒരു ചിത്രമാണ്. ഏകദേശം 180 കോടി എന്നൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. ദീപക് ദേവാണ് മ്യൂസിക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ നല്ല ക്വാളിറ്റി വൈസ് ഒക്കെ കൊണ്ട് തന്നെ എമ്പുരാൻ കാണാനുള്ള ഒരുപാട് കാരണങ്ങൾ പോസിറ്റീവ് തന്നെയാണ്. അതിലിപ്പോൾ സ്റ്റൈലിഷ് ലുക്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ലാലാട്ടൻ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്നു, മുണ്ടും മടക്കി കുത്തിയുള്ള ഫൈറ്റ് സീൻ എല്ലാം തന്നെ ട്രailing കാണിച്ചിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഫിലിമിലുണ്ട്. എങ്കിലും എന്തുമാത്രം പോരായ്മ ഉണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ തരുന്ന റിവ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടു നോക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, പ്രതീക്ഷയുടെ അമിതഭാരം എന്ന് പറയുന്ന സംഭവം എടുത്തു വയ്ക്കാതെ ഒരു ഭാഗത്ത് ഒതുക്കി തിയേറ്റർ ഭാഗത്ത് കയറാച്ചെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും എമ്പുരാൻ സമ്മാനിക്കുന്നുണ്ടാവുക. അത് ഞാൻ ഗ്യാരണ്ടി. അതെല്ലാം അമിതമായിട്ട് പ്രതീക്ഷ ക്യാമയുണ്ട്, ആനുണ്ട്, ചേരണമെന്ന് പറഞ്ഞിട്ട് കയറി പോവുക തീർച്ചയായും നിരാശയായിരിക്കും. ഒരു സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആവറേജിന് ഉള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അനുഭവമാണ്. എനിക്ക് എങ്ങനെയാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായം എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷയാണ് നമുക്ക് എന്താ പറയുക, പ്രതീക്ഷയാണ് ഏറ്റവും വലിയ മനുഷ്യനെ പല ഭാഗത്തായി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥ പറ്റിപ്പോയി തീർച്ചയായിട്ടും. എന്തായാലും എമ്പുരാൻ എന്തായാലും കണ്ടു നോക്കുക. ബാക്കി നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില റിവ്യൂ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നതും പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ.